നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇന്ന് ശക്തമായ ഭൂചലനത്തിന്റെ ഫലമായി അനവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും ഒടുവിലത്തെ നരക വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യാൻമാറിലും അയൽരാജ്യമായ തായ്ലാന്റിലും അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനത്തിൽ 100ഓളം പേർ മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ മരണനിരക്ക് ഏത് നിമിഷവും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കെട്ടിടങ്ങൾ തകർന്നു വീണ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി ദൌത്യ സംഘത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മ്യാൻമാറിൽ 144 പേർ മരണപ്പെട്ടതായും 732 പേർക്ക് പരിക്കേറ്റതായും മ്യാൻമാർ സൈനിക വിഭാഗം മേധാവിയെ ഉദ്ധരിച്ച BBC റിപ്പോർട്ട് ചെയ്യുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മ്യാൻമാർ ഭരണകൂട മേധാവി മിൻ ഓങ് ഹെലൈങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലാന്റ് തലസ്ഥാനമായ ഈ ബാങ്കോങ്ങിൽ കെട്ടിടം തകർന്ന നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. ബാങ്കോങ്ങിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:50 മധ്യ മ്യാൻമാറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായത്. സാങ്കേങ് നഗരത്തിന് 16 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറും 10 കിലോമീറ്റർ താഴ്ചയിലുമാണ് ഈ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്. ഭൂചലനത്തിൽ മ്യാൻമാറിലെ ഈ മാർഡലയിലെ പ്രശസ്തമായിട്ടുള്ള ആവാപാലം തകർന്നു. ഒരു പള്ളി ഭാഗമായി തകർന്നിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട്. ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോട് സജ്ജരായിരിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഈ അമ്പലച്ചുംബികളായിട്ടുള്ള ഈ കെട്ടിടങ്ങളും 30 നിലകളുള്ള കെട്ടിടങ്ങളും ഒക്കെ തന്നെ പൊടുന്നനെ നിലം പതിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. ഈ ദൃശ്യങ്ങൾ മാത്രമല്ല, മ്യാൻമാറിലെ പിടിച്ചുലക്കിയ ഈ ഭൂകമ്പത്തിന്റെ നിരവധി ഞെട്ടിപ്പിക്കുന്ന തെളിവുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നമ്മൾ മലയാളികളിലെ ചിലർ ഇതെല്ലാം കണ്ട് ഇതിപ്പോൾ ആരായിരുന്നാലും മനുഷ്യരാണ്, അവർ ബുദ്ധിമുട്ടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുകയാണ്. ഈ ഘട്ടത്തിൽ പോലും നമ്മൾ മലയാളികൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അത് കമന്റായി പുറത്തു വരികയുമുണ്ട്. മേയർമാർ അല്ലെങ്കിൽ മ്യാൻമാർമാർ ഇത് കേട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ ചുട്ടുകൊന്നതും കടലിൽ മുക്കിത്താത്തിയതും ഒന്നും മറക്കരുത്, അനുഭവിക്കട്ടെ. മ്യാൻമാർകാർ അനുഭവിക്കട്ടെ എന്ന വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന കമന്റുകളായി വരുന്നത്. ഈ മനുഷ്യന്മാരോട് ക്രൂരത കാണിക്കുമ്പോൾ ഓർക്കുക, ഇതെല്ലാം കാണുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. മനുഷ്യനെ പച്ചയോടെ തോലുരിഞ്ഞു കൊന്നത് ഓർമ്മ വരുന്നു. ആ ദുഷ്ടന്മാർ അനുഭവിക്കട്ടെ. ചില ഞെട്ടിപ്പിക്കുന്ന കമന്റുകൾ കൂടി നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, ഈ റോഹിംഗ്യൻ മുസ്ലിമിനെ വംശഹത്യ നടത്തിയ നാട്, അവിടെ അള്ളാഹു ശിക്ഷ ഉറപ്പാക്കും, അല്ലെങ്കിൽ ശിക്ഷ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യമൃഗങ്ങൾ അഹങ്കരിക്കുന്നു. ഈ ഭൂമിയിൽ എന്തോ വലിയ ആണെന്ന തോന്നൽ ഒരു സെക്കൻഡ് വേണ്ട ഈ ഭൂമിയെ ഒന്ന് ചുട്ടരിക്കാൻ. ദൈവത്തിന് എല്ലാം സാധ്യമാകും എന്നുള്ളതാണ്. മ്യാൻമാർ ഇത് കേട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാരെ ചുട്ടുകൊന്ന സ്ഥലം. അനുഭവിക്കട്ടെ. കുറെ പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയതല്ലേ. നിരപരാധികൾ രക്ഷപ്പെടട്ടെ. അള്ളാഹു വലിയ ആളാണ്. കണക്ക് പറയാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. മർദിതന്റെ പ്രാർത്ഥന മറക്കരുത്. എല്ലാ തെമ്മാടിത്തരത്തിനും കണക്കിന് കിട്ടാതെ ആരും അങ്ങനെ സുഖിച്ച് അധികകാലം പോവുകയില്ല. പ്രകൃതി ദുരന്തങ്ങൾ മുന്നിൽ നാം ഒന്നുമല്ല എന്ന് വീണ്ടും കാണിച്ചു തരുന്നു. എല്ലാം കാണാനും കേൾക്കാനും ഉണ്ട് ഒരാൾ, അതാരും മറക്കരുത്. ഒരുപാട് എണ്ണത്തിനെ പച്ചയ്ക്ക് കത്തിച്ചതല്ലേ എന്നൊക്കെ അനവധി കമന്റുകളാണ്. മര്യാദയ്ക്ക് നടന്നോ, കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, ഇല്ലേൽ ഇവിടെയും കിട്ടും, ഇവിടെ നിന്നും കിട്ടും, എവിടെയുണ്ട് അവിടെ നാശമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനവധി ആളുകളാണ് ഇത് കമന്റ് ചെയ്യുന്നത്. അതായത് എന്തിനും ഏതിനും ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ആ സിനിമയ്ക്കെതിരെയും മതപരമായിട്ടുള്ള അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. മാത്രമല്ല, നിലവിൽ ഇപ്പോഴിതാ മ്യാൻമാറിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഇരട്ട ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 150ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ടും അത് അള്ളാഹുവിന്റെ കമന്റ് അടക്കം എടുത്തു പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിലേക്ക് കുടിയേറപ്പെട്ടിട്ടുള്ള റോഹിംഗ്യകളെ പണ്ട് ചരിത്രത്തിൽ ഇവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും പലായനം ചെയ്തപ്പോൾ നിരവധി റോഹിംഗ്യകൾ കടലിൽ മുങ്ങി മരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
മ്യാൻമാർ ഭരണകൂടതയ്ക്ക് നടുവിൽ കഴിയുന്ന റോഹിംഗ്യകൾക്ക് മുമ്പിൽ നാടുവിടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 1,20,000 പേരാണ് ഇവിടെ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് നാടുകടന്നത്. ഈ സാഹചര്യത്തിലാണ് റോഹിംഗ്യകൾക്കു വേണ്ടി ശക്തമായ വാക്കുകളുമായി പ്രതിപക്ഷം അന്ന് രംഗത്തിറങ്ങിയിരുന്നത്. റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് പൗരത്വം നേടാനുള്ള അവസരം മ്യാൻമാർ നൽകണമെന്നാണ് സുഖിയുടെ വക്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മ്യാൻമാർ നമുക്കറിയാം ഒരു ബുദ്ധിസ്റ്റ് രാജ്യമാണ്. ബുദ്ധിസ്റ്റ് വിശ്വാസം കയ്യിലൂന്നിപ്പിടിച്ച ബുദ്ധിസ്റ്റ് വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അവിടെയുള്ള അഭയാർത്ഥികളാണ് അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷമാണ് ഈ റോഹിംഗ്യ അഭയാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത്. അവർക്ക് പൗരത്വം ലഭിക്കുകയില്ല, പൗരത്വം നൽകുകയില്ല. എന്നാൽ കാലങ്ങളായി തലമുറകളായി അവിടെ ജീവിച്ചു വരുന്ന ഈ റോഹിംഗ്യകൾക്ക് അവിടെ നിന്നും ID കാർഡ് എടുക്കാനുള്ള ഒരു സൗകര്യമൊരുക്കാം എന്നാണ് മ്യാൻമാർകാർ അന്ന് പറഞ്ഞത്. പകരം ഈ റോഹിംഗ്യകൾ മ്യാൻമാർ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പലായനം ചെയ്യണം എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അന്നത്തെ പ്രതിഷേധത്തിനിടയിലാണ് ഈ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യം നമുക്കിവിടെ ഒന്ന് എടുത്തു വായിക്കാം. അവരെ പൗരന്മാരായി അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരെ പുഴയിലേക്ക് തള്ളരുത്, കടലിലേക്ക് തള്ളിവിടരുത്. അവർ മനുഷ്യരാണ്. മനുഷ്യാവകാശത്തിന് അർഹതയുള്ള മനുഷ്യരായാണ് ഞാൻ അവരെ കാണുന്നത്. സുഖിയുടെ വക്താവായ ഞാൻ വിൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളായിരുന്നു അന്ന് ഇത്. 1.3 മില്യൺ റോഹിംഗ്യകളാണ് മ്യാൻമാറിലുള്ളത് എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇവരിൽ മിക്ക ആളുകൾക്കും പൗരത്വം നിഷേധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. അതിനിടെ അഭയാർത്ഥികളെ തടയാൻ സമീപ രാജ്യങ്ങൾ ശക്തമായ നടപടികളുമായി രംഗത്തെത്തിയതോടുകൂടി റോഹിംഗ്യകൾ നടുകടലിലായിരിക്കുകയാണ്. റോഹിംഗ്യൻ വംശജയുടെ ബോട്ടുകൾ വഴിതിരിച്ചുവിടാൻ ഇന്തോനേഷ്യൻ 4 പടക്കപ്പലുകളും 1 വിമാനവും വിന്യസിച്ചിരുന്നു. അഭയാർത്ഥികൾക്ക് ഒരു കാരണവശാലും രക്ഷ നൽകരുത് എന്ന മത്സ്യത്തൊഴിലാളികൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തായ്ലാന്റ്, മലേഷ്യ എന്നീ രാജ്യങ്ങളും അഭയാർത്ഥികൾക്ക് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുകയാണ്. 100 കണക്കിന് അഭയാർത്ഥികളുമായി നിരവധി ബോട്ടുകളാണ് അന്ന് കടലിൽ കുടുങ്ങിക്കിടന്നത്. ഒരു രാജ്യവും സ്വീകരിക്കാത്തതിനാൽ ഭക്ഷണവും ആവശ്യ വസ്തുക്കളും ഇല്ലാതെ നടുകടലിൽ കടുത്ത ദുരന്തം അനുഭവിക്കുന്നവരെ എന്തു ചെയ്യാനാവുമെന്നാണ് പുതിയ പ്രതിസന്ധി അന്ന് രൂപപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറുക ചെയ്തു. പക്ഷെ എന്നിരുന്നാലും 1970 മുതൽ റാഖൈൻ സംസ്ഥാനത്ത് റോഹിംഗ്യകൾക്കെതിരായ നിരവധി അടിച്ചമർത്തലുകൾ ലക്ഷക്കണക്കിന് ആളുകളെ അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്കും മലേഷ്യ, തായ്ലാന്റ്, മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം അടിച്ചമർത്തലുകൾക്കിടയിൽ മ്യാൻമാർ സുരക്ഷാ സേനയുടെ ബലാത്സംഗം, പീഡനം, തീവെപ്പ്, കൊലപാതകം എന്നിവ അഭയാർത്ഥികൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ മ്യാൻമാറിലെ റോഹിംഗ്യകൾക്ക് ഒരു മാസത്തെ ദുരന്തമായിരുന്നു അന്നുണ്ടായിരുന്നത്. 2016 ഒക്ടോബറിൽ 9 അതിർത്തി പോലീസുകാരുടെ കൊലപാതകത്തിന് ശേഷം സായുധ റോഹിംഗ്യൻ ഗ്രൂപ്പുകളിലെ പോരാളികളാണെന്ന് അവകാശപ്പെട്ടവരെ സർക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായി. സൈന്യം റാഖൈൻ സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി. റോഹിംഗ്യൻ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ സുരക്ഷാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് സർക്കാർ സൈനികർക്കെതിരെ നിയമവിരുദ്ധമായ കൊലപാതകം, ബലാത്സംഗം, തീവെപ്പ് എന്നിവയുൾപ്പെടെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു. സർക്കാർ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. 2016 നവംബറിൽ റോഹിംഗ്യകളെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതായി ഒരു UN ഉദ്യോഗസ്ഥൻ സർക്കാർ ആരോപിച്ചു. ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത് ആദ്യമായിരുന്നില്ല. ആഗസ്റ്റിൽ നിരായുധരായ റോഹിംഗ്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സൈന്യം വിവേചനരഹിതമായി വെടിയുതിർത്തതായും താമസക്കാരും ഈ ആക്ടിവിസ്റ്റുകളും വിവരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അരക്കാൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി അതായത് ARSAയിലെ ആയുധധാരികളായ പുരുഷന്മാർ മേഖലയിലെ പോലീസ് ഔട്ട് പോസ്റ്റുകളിൽ റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് ഏകദേശം 100 പേർ കൊല്ലപ്പെട്ടതായി സർക്കാർ പറയുകയുണ്ടായി. 2018 വരികയാണെങ്കിൽ 2018 ഫെബ്രുവരിയിലും മ്യാൻമാറിൽ ഒരു കൂട്ടക്കൊല നടന്ന സ്ഥലവും കുറഞ്ഞത് 5 അജ്ഞാത റോഹിംഗ്യൻ കൂട്ടക്കുഴിമാടങ്ങളും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ അസോസിയേറ്റഡ് പ്രസ് പുറത്തിറക്കിയിരുന്നു. റോഹിംഗ്യകൾക്കെതിരായ ആക്രമണം വംശഹത്യയുടെ അടയാളമാണെന്നാണ് മ്യാൻമാറിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് റോഹിംഗ്യകൾ ഒരിക്കൽ താമസിച്ചിരുന്ന കുറഞ്ഞത് 55 ഗ്രാമങ്ങളിലും മ്യാൻമാർ സർക്കാർ തകർത്തു എന്നാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകളും അവയ്ക്കൊപ്പം നശിപ്പിച്ചിരുന്നു. 2017 ഡിസംബർ മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള കാലയളവിൽ ഒരു കാലത്ത് കെട്ടിടങ്ങളും പച്ചപ്പും നിറഞ്ഞിരുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കിയതായി കാണിക്കുന്ന ചിത്രങ്ങൾ ഫെബ്രുവരിയിൽ അവകാശ സംഘടനകൾ പുറത്തുവിട്ടിരുന്നു. മ്യാൻമാർ സുരക്ഷാ സേനയുടെ നടപടികളെ വംശീയ ഉന്മൂലന പ്രചാരണം എന്നാണ് HRW വിശേഷിപ്പിച്ചത്.
പൊളിക്കൽ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയോടും മ്യാൻമാറിന്റെ ദാതാക്കളോടും അവർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മ്യാൻമാർ സൈന്യം റോഹിംഗ്യകൾക്കെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ആകെ 362 ഗ്രാമങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 10,000-കണക്കിന് മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മോണിറ്ററിംഗ് ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇനി എന്തു തന്നെ ആയിക്കോട്ടെ, മ്യാൻമാറിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് ചരിത്രം തന്നെയാണ്, അല്ലെങ്കിൽ അത് ആ രാജ്യത്തിന്റെ ചരിത്രമാണ്. മ്യാൻമാർ ഇനി റോഹിംഗ്യൻ അഭയാർത്ഥികളെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടെ അഭയാർത്ഥികളെ എങ്ങനെ സ്വീകരിക്കണം, ഓരോ വ്യക്തികൾക്കും എങ്ങനെയായിരിക്കണം പൗരത്വം നൽകേണ്ടത് എന്നത് വ്യക്തമായ അജണ്ടയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഓരോ രാജ്യവും അത് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതിന് ഇന്ത്യയായിരുന്നാലും ശരി, പാകിസ്ഥാൻ ആയിരുന്നാലും ശരി, മ്യാൻമാർ ആയിരുന്നാലും ശരി, മറ്റേത് രാജ്യമായിരുന്നാലും ശരി, ഇപ്പോൾ അമേരിക്ക ആയിരുന്നാലും ശരി, കാനഡ ആയിരുന്നാലും ശരി, അതേത് രാജ്യമായിരുന്നാലും ശരി, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ത്യ പോലും അത്തരം നിയമങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ മ്യാൻമാറിൻ്റെതായിട്ടുള്ള ശരി, അഭയാർത്ഥികൾ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ അല്ലെങ്കിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ശരി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നിലവിളിയുടെയും കരച്ചിന്റെയും അതുപോലെ തന്നെ പേടിയുടെയും മാത്രം ശബ്ദമുയരുന്ന മ്യാൻമാറുകളുടെ ഈ ഒരു കാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ശബ്ദത്തിൽ ഈ ഒരു നിമിഷം തന്നെ നമ്മൾ മലയാളികൾ ഇതൊക്കെ പറഞ്ഞ് കുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഭൂചലനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഭൂചലനത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രിയിൽ നിറയുകയാണ്. മ്യാൻമാറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നിരിക്കുകയാണ്. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഈ മാൻഡലെ താറുമാറായിരിക്കുന്നു. രാജ്യത്തെ സുപ്രധാന ദേശീയ പാതകൾ പലതും തകർന്ന് വിണ്ടുമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. മ്യാൻമാറിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നതേ ഉള്ളൂ. അതേസമയം വലിയ അണക്കെട്ടുകൾ പൊട്ടി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ടെന്നും റെഡ് ക്രോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന 30 നിലകളുള്ള ബഹുനില കെട്ടിടം തകർന്നു വീണ കുറഞ്ഞത് 3 പേർ മരിച്ചതായാണ് വിവരം. ഡസൻ കണക്കിന് തൊഴിലാളികളെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും 90 പേർ ഇപ്പോഴും കാണാനില്ല എന്ന് പ്രാദേശിക അധികാരികൾ പറയുന്നു. മധ്യ മ്യാൻമാറിലെ ഈ ഡൌൺ ഗൂവിലെ തകർന്ന ഒരു സ്കൂളിൽ 20-ലധികം കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നതായും കരുതപ്പെടുന്നു. മ്യാൻമാറിലെ ങ്ങാങ് ബെനിൽ 8 നിലകളുള്ള ഒരു ഹോട്ടൽ തകർന്ന 2 പേർ മരണത്തിന് ഇടയായി. എന്തായാലും ഈ ഒരു സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. എല്ലാ സഹായവുമായി ഇന്ത്യയും മുന്നിലുണ്ട്.